നമുക്ക് ആരംഭിക്കാം. ആദ്യം ജഡ്ജസിന്റെ കമന്റ്സ് നമുക്ക് പറയാം. ആദ്യം ഈ ഒരു മത്സര പരിപാടിയെ കുറിച്ച് പറയാനുള്ളത് ആദ്യം പറയാം. മറ്റു മുഖമുള്ളവരൊക്കെ മുഖം കാണിക്കണം കേട്ടോ. അത് രക്ഷിതാക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും. നമ്മളത് കുട്ടികളെ മാത്രം ഉദ്ദേശിച്ചല്ല, രക്ഷിതാക്കളെയും കുടുംബങ്ങളെയൊക്കെ ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. അപ്പോൾ ഓപ്പൺ ആക്കാൻ പറ്റുന്നവരെല്ലാം ഓപ്പൺ ആയിട്ടിരിക്കുക. ഓക്കെ. എന്റെ പേര് സന്തോഷ് ഒളിമ്പസ് എന്നാണ്. ഞാൻ ഗ്രീൻ ക്രോസ് ഫൗണ്ടേഷൻ സെന്റർ ഫോർ ഡീപ് ഇക്കോളജി എന്നുള്ള സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ്. അതിന്റെ നടത്തിപ്പുകാരായിട്ടുള്ള വ്യക്തികളും ഫാക്കൽറ്റി മെമ്പർമാരും ഒക്കെ ഇത് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത ഇതിന്റെ നടത്തിപ്പിന്റെ പുറകിൽ കൂടിയ ആളുകൾ കൂടെ ഇതിനകത്ത് ജോയിൻ ആയിട്ടുണ്ട്. 1-2 പേര് എത്തിയിട്ടില്ല, വരാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകളുണ്ട്. ഡോക്ടർ ബിന്ദു വന്നിട്ടില്ല, പിന്നെ ദർശൻ വന്നിട്ടില്ല. അങ്ങനെ കുറച്ച് വരാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പ്രോഗ്രാം കൃത്യമായിട്ടൊരു സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കാൻ, കുട്ടികളിലേക്കും കുട്ടികളുടെ രക്ഷിതാക്കളിലേക്കും എത്തിക്കാനും, നിങ്ങൾക്കിടയിൽ ഒരു ഗവേഷണ സാധ്യത ഉണ്ടാക്കാനും, അതുപോലെ തന്നെ രക്ഷിതാക്കളും കുട്ടികളും തമ്മിൽ ഒരു ചർച്ച ഉണ്ടാകാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്, നിങ്ങളെ കൊണ്ട് ഈ ഒരു മത്സര പരിപാടിയിലൂടെ യാത്ര ചെയ്യിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾ ഈ വിഷയത്തെ എത്രത്തോളം കൺസീവ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം നിങ്ങൾ അതിനെ ഉൾക്കൊണ്ടിട്ടുണ്ട്, കുട്ടികൾ എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ട്, രക്ഷിതാക്കൾ എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും പരിശോധിച്ചത്. എന്താണെങ്കിലും നല്ല റിസൾട്ടായിരുന്നു. എന്താണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് നമ്മുടെ ജഡ്ജസ് പറയും. അപ്പോൾ ജഡ്ജസിനെ ജനറലി വിളിക്കുന്നതിന് മുമ്പ് ജഡ്ജായും അതുപോലെ തന്നെ നമ്മുടെ ഈ സംവിധാനത്തിന്റെ മൊത്തം ദേശീയ നേതൃത്വത്തിൽ ഇരിക്കുന്ന ശ്രീ വർഗീസ് മാത്യു അവർകളെ വിളിക്കുന്നു. അദ്ദേഹത്തിന്റെ നിരീക്ഷണവും ഈ പരിപാടിയെക്കുറിച്ചും നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ഇത് കഴിഞ്ഞ് പതുക്കെ നമുക്ക് ഓരോ ജഡ്ജസിന്റെ കമന്റുകൾ കേട്ടിട്ട് നമുക്ക് ആ റിസൾട്ടിലേക്ക് പോകാം. എല്ലാവരും വരുന്നത് വരെയുള്ള സമയം നമുക്ക് ഇത് കേട്ടിരിക്കാം. അതിനുശേഷം നമുക്ക് വിഷയത്തിലേക്ക് പോവാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മള് കുട്ടികൾക്കായിട്ടുള്ള ഒരു മത്സരം, അത് പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ എല്ലാവരെയും കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു മത്സരം നടത്തിയത്. അതിന്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുകയും അതിനെപ്പറ്റി നമ്മൾ ഒരു വിശകലനം ചെയ്യുകയും കൂടെ ആണ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാനൊരു ജഡ്ജായിരുന്നു. അതുകൊണ്ട് ഈ എല്ലാവരുടെയും ആർട്ടിക്കിൾസ് ഞാനും വായിച്ചു. അപ്പൊ ഇതില് നമ്മളൊരു മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം അനുസരിച്ച് കണ്ടാൽ അത് മിക്കവാറും പേർക്ക് അത് ഒരു ജനറൽ അവയർനെസ് ഉണ്ട് എന്ന് പറയാം. പക്ഷെ നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ആഴപ്രകൃതി ശാസ്ത്രത്തിന്റെ ആ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് അതിന് ചില പോരായ്മകളുണ്ട്. അത് കുറച്ചുകൂടെ നമ്മൾ വളരെ ആഴത്തിൽ അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. എസ്പെഷ്യലി കുട്ടികൾ, അടുത്ത ഭാവി തലമുറയ്ക്ക് കാരണഭൂതരാകുന്ന കുട്ടികൾക്ക് ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു അവയർനെസ് ആണ്. അതിന് നമ്മൾ ആക്ച്വലി ഈ ഒരു പ്രസ്ഥാനത്തിന്റെ തന്നെ ഉദ്ദേശം അതാണ്. ഡീപ് ഇക്കോളജിക്കൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. ആഴപ്രകൃതി ശാസ്ത്രത്തിലൂടെ നമ്മുടെ എല്ലാ കണക്ഷൻസും, അതായത് പ്രകൃതിയിലെ സസ്റ്റൈനബിലിറ്റി എന്നുള്ള ഒരു ആസ്പെക്ട് എങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും കൂടെ ചേർത്തുള്ള ഒരു പഠന രീതിയാണ് ഇവിടെ ഉള്ളത്. അതനുസരിച്ചിട്ടുള്ള അവയർനെസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുട്ടികളിലൂടെ ആ ഒരു ബോധം വളർത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലൂടെയാണ് കുട്ടികളുടെ ഭൂമി എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള പഠന ക്ലാസ്സുകളും ഇതെല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾ നല്ല അവയർനെസ് ഉണ്ട്. ജനറലായിട്ട് അവർക്ക് കിട്ടുന്ന, അതായത് പൊതു രംഗത്തു നിന്നും വിദ്യാഭ്യാസ രംഗത്തു നിന്നും കിട്ടുന്ന അറിവുകൾ വെച്ച് നോക്കിയിട്ട് ഒരുവിധം നല്ല സ്കോറുമായിട്ടുണ്ട്, നല്ല അവയർനെസ്സും ഉണ്ട്. നമ്മൾ അതിനെ ഒന്നുകൂടെ ആഴത്തിലോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമത്തിലാണ് നടത്തുന്നത്. അപ്പോൾ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പ്രോഗ്രാമുമായിട്ട് ചേർന്ന് നിന്നാലേ ആ ഒരു ഇതിൽ മനസ്സിലാക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടെ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഈ പ്രകൃതി എന്നുള്ളത്, നമ്മളെ പ്രകൃതിയെ പ്രകൃതി നമ്മെ സംരക്ഷിക്കുന്നു എന്നുള്ളൊരു ചോദ്യമാണ് പറഞ്ഞത്. അതിനെ വിശദീകരിക്കാനാണ് പറഞ്ഞത്. പക്ഷെ അതിൽ ആക്ച്വലി നമ്മൾ ചോദിക്കേണ്ടിയിരുന്നത് ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നു, പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ടോ എന്നുള്ള. അപ്പൊ അങ്ങനെ ഒരു ആംഗിളിലൂടെ നമ്മൾ അതിനെ നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും പറയുന്നുണ്ട് പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുന്നതിന്റെ എല്ലാവിധ വശങ്ങളും അവർക്ക് അറിയാവുന്ന അത്രയും രീതിയിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്തു.
അപ്പോൾ അതിൽ നന്നായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്നും ഉപരിയായിട്ട് നമ്മൾ ഈ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ വന്നാൽ അതിന് ശരിക്കുള്ള ഒരു ഇത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ തന്നെ പോയെങ്കിലേ പറ്റുള്ളൂ. കാരണം ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മൾ ആരുമല്ല എന്നുള്ളൊരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. അത്രയും ഒരു വളരെ എളിമയോടുകൂടി നമ്മൾ അതിനെ കണ്ടു കഴിഞ്ഞാലേ മാത്രമേ പ്രകൃതിയെ കണ്ടു കളയാൻ നമുക്ക് അതിനുള്ള ഇത് കിട്ടുള്ളൂ. അപ്പൊ ആ ഒരു രീതി എങ്ങനെ എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നു എന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രകൃതി ശാസ്ത്രത്തിലൂടെ പറയുമ്പോഴത്തേക്ക് ഇത് എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ഇതെല്ലാം ഒന്ന് തന്നെ, ഒരേ വ്യവസ്ഥയാണ് നിൽക്കുന്നത്. എല്ലാം നമ്മൾ ഇതെല്ലാം പ്രകൃതിയാണെന്ന് നമ്മൾ പറയുന്നത്, നാമും പ്രകൃതിയാണെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വ്യവസ്ഥ ഇവിടെ ഉള്ളത്, അത് അതിൻ്റെതായിട്ടുള്ള ഒരു വളരെ വിശാലമായിട്ടുള്ള മെക്കാനിസം ഉണ്ട്. അതിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും അതിനെ നമ്മുടെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു മണ്ഡലം, ഒരു ജൈവ മണ്ഡലം ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നതിന് അതിൻ്റെ എല്ലാവിധ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ബാലൻസുകളെയും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിന് വളരെ വളരെ ഇതായിട്ടുള്ള അതിൻ്റെ മെക്കാനിസംസ് പ്രകൃതിയിലുണ്ട്. ആ പ്രകൃതിയുടെ ആ മെക്കാനിസത്തിനെയാണ് നമ്മൾ കുറേശ്ശെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മളിത് മനുഷ്യനാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത്, അല്ല മനുഷ്യന്റെ ആധിപത്യമാണ്, മനുഷ്യൻ ഇതിന്റെ എല്ലാ ആധിപത്യമാണെന്നുള്ള രീതിയിലുള്ള ഒരു അഹങ്കാരത്തിലൂടെ നമ്മൾ സമീപിച്ചതോടുകൂടി അതിന്റെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാലും പ്രകൃതി അതിനെല്ലാം സോൾവ് ചെയ്തുകൊണ്ട് പോവുകയാണ്. നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. പ്രകൃതി എവിടൊക്കെയോ മനുഷ്യൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിനെയൊക്കെ സോൾവ് ചെയ്യാനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും അതിൻ്റെ അകത്ത് തന്നെ നടക്കുന്നുണ്ട്. നമ്മളൊന്ന് വിട്ടുകൊടുത്താൽ മതി. അതിനെ വീണ്ടും പ്രോബ്ലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാതെ അതിന് പലയിടത്തും ബാലൻസ് തെറ്റുന്നത്. അപ്പോൾ അതിനെ മനുഷ്യൻ ഒന്നും ചെയ്യാതെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ കൊറോണയുടെ സമയത്ത് കണ്ടതാണ്, ഒന്നും ചെയ്യാതെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ആ ബാലൻസ് തിരിച്ച് എടുക്കാൻ പ്രകൃതിക്ക് കഴിയും എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമ്മളതിനെ മനസ്സിലാക്കുമ്പോൾ ഈ ഇന്റർ കണക്ഷൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്റർ കണക്ഷൻസ് മനസ്സിലാക്കണമെന്നുള്ളതാണ് പറഞ്ഞത്. നമ്മൾ ഈ ഓരോ മൂലകങ്ങളും ഈ പ്രകൃതിയിലുള്ള ഓരോ മൂലകങ്ങളും എല്ലാവരും തമ്മിൽ അന്യോന്യം കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്, അതിലുള്ള ആ പ്രകൃതിയിലുള്ള എല്ലാവിധ മൂലകങ്ങളുടെയും സൈക്കിൾസ് നടക്കി ഞാൻ മനസ്സിലാകും. അതുപോലെ തന്നെ പ്രകൃതിയിലെ അതിൻ്റെ ആയിട്ടുള്ള വിതരണക്രമം, ആ ഒരു ജാലികയിലൂടെ മൊത്തത്തിലുള്ള ഫ്ലോ, അത് നമ്മളിൽ ഉള്ള ഓക്സിജൻ ഇന്നത് നമ്മളിലാണെങ്കിൽ നാളെ അത് ചെടിയിലോട്ട് പോകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് ചെടി അതിനെ തിരിച്ച് ഓക്സിജനായിട്ട് തിരിച്ചു വിടുന്നു. അപ്പൊ അത് ഏറി കൂടെ ഒരിടത്ത് മാത്രമല്ല, ഇത് ലോകം മൊത്തം ഈ ഒരു ഇത് തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന മൊത്തത്തിലുള്ള വിൻസ് അതും ലോകം മൊത്തം കൊണ്ടുവന്നു. അപ്പം അമേരിക്കയിലുള്ള ഒരാൾ ശ്വസിച്ച ഓക്സിജനാണ് നാളെ അല്ലെങ്കിൽ ഒരു കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരാൾ ശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചെടി അതിന്റെ ഭക്ഷണം പാകം ചെയ്യുന്ന ഓക്സിജൻ എന്ന് പറഞ്ഞ പോലെ ഓരോ മൂലകത്തിനും അങ്ങനെ നമ്മൾ നോക്കിയാൽ മതി. എല്ലാ സൈക്കിൾസ് ആയിട്ട് എല്ലാം അന്യോന്യം കണക്ട് ചെയ്ത് കിടക്കുകയാണ്. അത് ഒരു വശത്ത്. അത് കൂടാതെ നമ്മൾ പല രീതിയിൽ ഇങ്ങനെ പ്രകൃതിയായിട്ടുള്ള ഇന്റർ കണക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ വിധത്തില്, അതായത് ഈ പ്രകൃതിയുടെ ആ ചലനാത്മകത, ഡൈനാമിസം എന്ന് പറയുന്നത്, നമ്മൾ പ്രാണൻ എന്നുള്ള അയണൈസ്ഡ് ഓക്സിജൻ എന്ന് പറയുന്നത് ഇത് നമ്മളിലൂടെ വന്നിട്ടാണ് നമുക്ക് ആ പ്രകൃതിയുടെ ആ വൈറ്റാലിറ്റി നമ്മളിലൂടെ പ്രവർത്തിക്കുന്നതും നമ്മുടെ എല്ലാ ഊർജ പ്രദാനം ചെയ്യുന്നതും, എല്ലാ പ്രവർത്തനങ്ങൾക്കുള്ള ഊർജം അതിലൂടെ പ്രദാനം ചെയ്യുന്നത്, അത് ഈ മൊത്തം എൻവയോൺമെന്റിലുള്ള എല്ലാ ഓർഗാനിസംസും നമ്മൾ മനുഷ്യൻ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളിലും ഒരേ ഇതാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അത് തന്നെയാണ് എല്ലായിടത്തും, ലോകത്തെല്ലായിടത്തും ഒരേ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരേ എനർജി തന്നെ, ഒരേ മൂലകങ്ങൾ തന്നെ എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട്. അത് ഒരിക്കലും അത് നശിക്കുന്നുമില്ല. അത് തിരിച്ച് അതായിട്ട് വീണ്ടും പരിസ്ഥിതിയിൽ എത്തുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഈ ഡിസൻറ്റിഗ്രേഷൻ എന്നുള്ള, അതായത് ചീരെന്ന് പറയുന്നൊരു പ്രതിഭാസം ഉണ്ട്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ചത്ത ഇലകൾ വീണ് കഴിഞ്ഞാൽ അത് ചീയുന്നുണ്ട്. ചീഞ്ഞ് കഴിഞ്ഞാൽ അത് ചെയ്യുന്ന പ്രവർത്തനം ഒരു ക്രിയേറ്റീവ് പ്രോസസ്സാണ്.
അതിൻ്റെ ഘടകങ്ങളെ തിരിച്ച് ഭൂമിയിൽ തന്നെ കൊടുത്ത് അത് തിരിച്ച് അടുത്ത സർക്കുലേഷന് റെഡിയാക്കി കൊടുക്കുക എന്നുള്ളൊരു പ്രവർത്തനമാണ് ആ ഡിസൻറ്റിഗ്രേഷനിലൂടെ നടക്കുന്നത്. അത് ശരിക്കും ക്രിയേറ്റീവാണ്. അപ്പം ഇതിങ്ങനെ നോക്കുമ്പോൾ അതെല്ലാം തമ്മിൽ കണക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്ന ഒരു കോളനിയാണ്. നമ്മുടെ ആ കോളനിയിൽ 10% സെൽസ് മാത്രമേ നമ്മുടെ സ്വന്തമായിട്ടുള്ള മനുഷ്യൻ്റെതായിട്ടുള്ള സെൽസ് 10% ഉള്ളൂ. പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനൊക്കത്തില്ല. കാരണം 90% മൈക്രോബയോംസ് ആണ്, അണുക്കളാണ്. പ്രകൃതിയിൽ നമ്മുടെ വായുവിൽ നിന്നും ജലത്തിൽ നിന്നും നമ്മുടെ ജലാശയങ്ങളിൽ നിന്നുള്ളതും മണ്ണിൽ നിന്നുമുള്ള എല്ലാ അണുക്കളും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ഒരു കോളനിയായ നമ്മളിവിടെ നിലനിൽക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ പ്രകൃതിയിൽ നിന്ന് നമ്മളുടെ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഇതായിട്ട് ഡീപ്പായിട്ട് ഇതിനകത്ത് പോയെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ ഇത് പെട്ടെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. കാരണം ഈ മനുഷ്യന്റെ ശരീരത്തിന് വലിപ്പം വെച്ച് നോക്കുമ്പോഴത്തേക്ക് 10% മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള അപ്പൊ അതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സെല്ലുകൾ, കോശങ്ങൾ മറ്റേതിനെക്കാട്ടിൽ 11 മടങ്ങ്, അതായത് വളരെ വലിയ സൈസുകളാണ്. മൈക്രോബയോംസിന്റെ അത് മൈക്രോസ്കോപ്പിനകത്ത് പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ചെറുതും, മനുഷ്യന്റെ സെൽസുകൾ അത് മൈക്രോസ്കോപ്പിൽ ശരിക്കും വലുതായിട്ട് കാണുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു സൈസ് ഡിഫറൻസ് വെച്ചാണ് നമുക്ക് അത് മനസ്സിലാകാത്തത്. ഈ 10% കോശങ്ങൾ എങ്ങനെയാ ബാക്കിയുള്ള അണുക്കൾ ഈ നമ്മളിൽ ഇരിക്കുന്നത്, 10% ഉള്ള മനുഷ്യന്റെ അണുക്കൾ കോശങ്ങളെ കൊണ്ട് മാത്രം എങ്ങനെ കാണാൻ പറ്റുന്നതെന്നൊക്കെയുള്ള ആ ഒരു സംശയങ്ങൾ. പക്ഷെ അത് ഇതിൽ കറക്റ്റായിട്ട് അത് മനസ്സിലാകും. നമ്മളെ കോശങ്ങളുടെ തമ്മിലുള്ള വലിപ്പം പഠിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാകും. അപ്പം ആ 90% അണുക്കൾ നമ്മളിലുള്ള അണുക്കളാണ് നമ്മുടെ 70 to 80% ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശക്തിയെ ആ ഒരു സിസ്റ്റത്തെ തന്നെ നിലനിർത്തുന്നത്. അതും പ്രത്യേകിച്ച് സ്റ്റൊമക്കാണ്. സ്റ്റൊമക്കിലുള്ള ആ അണുക്കളാണ് നമ്മുടെ ആരോഗ്യത്തിനുള്ള പ്രതിരോധ ശക്തി മുഴുവനും തരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മൂഡിനെ, നമ്മുടെ പല വിധത്തിലുള്ള സന്തോഷമായിട്ടുള്ള മൂഡുകൾ, അങ്ങനെയുള്ള പലതിനെയും നിയന്ത്രിക്കുന്ന ഇത് മൊത്തം ബാക്ടീരിയകളാണ്. ബാക്ടീരിയ മാത്രമല്ല, ഇതിൻ്റെ അകത്ത് വൈറസ് ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്, ഫംഗസ് ഉണ്ട്, പലതുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ജീവസമൂഹമാണ് നമ്മളിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു ഒരു എക്സാമ്പിളിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഈ പ്രകൃതിയിലെ നമ്മളെന്ന് പറയുന്ന ഒരു ജീവി, മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയല്ല, ഒരു ജീവസമൂഹം ആണ് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ആ ഒരു എക്സ്റ്റൻഷനിലൂടെ നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതി മൊത്തം ഒറ്റ സമൂഹമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ആ ഒരു രീതിയിൽ ഇതിനെ മൊത്തം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന ഈ ആഴപ്രകൃതി ശാസ്ത്രത്തിലൂടെ ഇതിനെ വീക്ഷിക്കാനൊക്കെ ഉള്ളൂ. ഇത് മൊത്തം ഒരു വെബ് ഓഫ് ലൈഫ് എന്നുള്ളത്, ഈ ഒരു മുഴുവൻ ജീവശൃംഖലയാണ് ഈ പ്രകൃതിയിൽ നമ്മൾ കാണുന്നത്. അതിലാണ് നമ്മൾ ഓരോന്നും ഞാനാണ് അധികാരി, എൻ്റെതാണ് നിൻ്റെതാണെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് കാണുന്നത്. ഇതൊന്നും പ്രത്യേകിച്ച് കണ്ടിട്ട് കാര്യമില്ല. അങ്ങനെ അല്ല ഇതിനെ കാണേണ്ടത്. നമ്മൾ ഒറ്റ ശരീരമായിട്ട്, ഭൂമിയെ ഒറ്റ ശരീരമായിട്ട് കാണുമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ മാത്രമല്ല, നമ്മളിപ്പോൾ ഈ പറഞ്ഞത് ഫിസിക്കലായിട്ടുള്ള, ഭൗതികമായിട്ടുള്ള ഒരു രീതിയിൽ, ഭൗതികേതര രീതിയിലും ഇതെല്ലാം മൊത്തത്തിൽ ഇന്റർ കണക്റ്റഡ് ആണ്. ഭൗതികതര രീതിയിലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇൻവിസിബിൾ ആയിട്ടുള്ള എനർജി ഫീൽഡ് ഉണ്ട് ഇവിടെ. ആ എനർജി ഫീൽഡിൽ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്ന് പറയുന്ന ക്വാണ്ടം ഭൗതികത്തിലൂടെ അവരത് പറയുന്നുണ്ട്. ഇത് തമ്മിൽ ഒരു അദൃശ്യ വലയത്തിൽ ഘടിക്കപ്പെട്ടിരിക്കുകയാണ് മൊത്തം. അപ്പൊ അതുകൊണ്ട് പലതിലും പലപ്പോഴും നമ്മൾ ഇതുപോലുള്ള പ്രതിഭാസങ്ങൾ കാണാറുണ്ട്. ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്ന രീതിയിൽ ഒരു ഭൂഗോളത്തിന്റെ വേറൊരു സൈഡിൽ ഇരിക്കുന്ന ആൾക്ക് ചിന്തിക്കുമ്പോൾ ഇവിടെ ഇയാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അമ്മയും മക്കളും തമ്മിലുള്ള കണക്ഷനൊക്കെ വളരെ ഇതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്നുള്ള രീതിയിൽ പലതും അങ്ങനെയുള്ള പല പ്രതിഭാസങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ ഈ ഒരു അദൃശ്യ വലയത്തിലൂടെ കണക്ട് ചെയ്ത് കിടക്കുന്നതുകൊണ്ടുള്ള ആ ഒരു പ്രതിഭാസങ്ങളാണ്. അപ്പൊ ഈ രീതിയിൽ ഇത് മൊത്തത്തിൽ ഒരു സിസ്റ്റമായിട്ട്, ഒറ്റ ശരീരമായി ഭൂമിയെ കാണുമ്പോഴേ നമ്മൾ ശരിക്കും ഇതൊരു ശരിക്കുള്ള ജീവിക്കുന്ന ജീവനുള്ള ഭൂമി എന്ന് മനസ്സിലാക്കി വന്നു കഴിഞ്ഞാൽ ആ ഡീപ്പ് ഇക്കോളജിക്കൽ രീതിയിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കാനൊക്കെ ഉള്ളൂ, ഒറ്റ ശരീരമായിട്ട് മനസ്സിലാക്കാനൊക്കെ ഉള്ളൂ. അത് കഴിയുമ്പോഴേ നമുക്ക് ബാക്കിയുള്ള രീതിയിലുള്ള എല്ലാ സാമൂഹികമായിട്ടുള്ള ആ ഇന്റർ കണക്ഷൻസ് മൊത്തം
അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് പലതും ആവശ്യമില്ലാതെ വരും. നമ്മൾ ഈ വേർതിരിച്ച് കാണുന്ന പലതും ആവശ്യമില്ലാത്തതെന്ന് മനസ്സിലാക്കണം. ആ ഒരു ബോധ്യം ഉണ്ടായി കഴിയുമ്പോഴേ അതാണ് ശരിക്കും ഇക്കോ സ്പിരിച്വാലിറ്റി നമ്മൾ പറയുന്നത്. ഈ ഒരു ഇന്റർ കണക്ഷനെ മനസ്സിലാകുമ്പോഴാണ് ആ സ്പിരിച്വാലിറ്റി നമ്മൾ മനസ്സിലാകുന്ന. ആ ഇക്കോ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്ത് കാണുന്നതുകൊണ്ട് അതിനെ ഇക്കോ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഇന്റർ കണക്ഷനാണ് ശരിക്കും സ്പിരിച്വാലിറ്റി. അപ്പൊ ഇതൊന്ന് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊരു അമുഖമായിട്ട് പറഞ്ഞത്. അപ്പൊ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നല്ല ഒരു ബോധ്യം ഉണ്ടാകട്ടെ. അവരുടെ ഇനി ഇതിനെ കൂടുതൽ വിശാലമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇവിടെ ഈ ഒരു വേദിയിൽ പലതും ചോദിക്കാനുള്ള പല സംശയങ്ങളും ചോദിക്കാനുള്ള എല്ലാം മനസ്സിലാക്കാനും ഇതിനു വേണ്ടിയിട്ടുള്ളതാണ് നമ്മളൊരു വേദി ഇതുപോലെ ഇരിക്കുന്ന കുട്ടികളുടെ ഭൂമി എന്നുള്ള രീതിയിൽ അവർക്ക് ഇതിലുള്ളവരെല്ലാം വീണ്ടും അതിൽ തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഈ ഒരു കണക്ടിവിറ്റി, ഈ ഒരു ശരിക്കുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ആ ഒരു കണക്ടിവിറ്റി മനസ്സിലാക്കുക. ഭൗതികമായിട്ട് മാത്രമല്ല സ്പിരിച്വലായിട്ടും എല്ലാവരും കണക്റ്റഡ് ആണ്, അന്യോന്യം. ഇത് ഒറ്റ ശരീരമാണ് നമ്മളിവിടെ ഭൂമിയായിട്ട് നിൽക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാവരുടെയും മാർക്കുകളൊക്കെ അറിയാൻ എല്ലാവരും ജിജ്ഞാസയോടെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ അതിൽ എല്ലാവർക്കും ഇപ്പോൾ എൻ്റെ മാർക്ക് ലിസ്റ്റ് ഒന്നും എൻ്റെ കയ്യിലില്ല. എനിക്ക് കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തു. അവർ ഇവിടെ അതിൻ്റെ ഭാരവാഹികൾ അത് ചെയ്തിട്ടുണ്ട്. അവരത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു. അപ്പോൾ നമുക്കൊരു ആമുഖ ഉദ്ഘാടന പ്രഭാഷണം കേട്ടു എല്ലാവരും. അദ്ദേഹം ശാസ്ത്രത്തിന്റെ രംഗത്തും പരിസ്ഥിതി രംഗത്തും ഒക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തി ബോധ്യപ്പെടുത്തുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വർത്തമാനത്തിൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പരിചയപ്പെടുന്നതിന്റെയും ഒക്കെ മുമ്പായിട്ട് നമുക്ക് വന്ന ആളുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണം. നിങ്ങളുടെ പേര്, നിങ്ങൾ ഏത് സ്കൂളിലാണ്, ഏത് ജില്ലയിലാണ്, ജില്ല കൃത്യം പറയണം. പിന്നെ ഏതൊക്കെ മത്സരത്തിലാണ് പങ്കെടുത്തത് എന്നും കൂടെ പറയാം. അപ്പൊ ഞാൻ ഓരോരുത്തരുടെ പേര് വിളിക്കാം, ഒന്ന് പരിചയപ്പെടുത്തണം കേട്ടോ. അപ്പൊ ആദ്യം ഷിഹാൻ പരിചയപ്പെടുത്തും. മൈക്ക് ഓൺ ചെയ്യുക, എന്നിട്ട് പരിചയപ്പെടുത്താം. എന്റെ പേര് ഷിഹാൻ എസ്. ഞാൻ പുത്തൂരിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ പാലക്കാട് ജില്ലയിലാണ് താമസിക്കുന്നത്. നന്ദി. ഓക്കെ. സാറ പറയൂ. നമസ്കാരം, എന്റെ പേര് സാറ സൂസൻ ബൈജു. ഞാൻ 6th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. എന്റെ വീട് പത്തനംതിട്ട ജില്ലയിലാണ്. ഞാൻ സെന്റ് ബെഹനാൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. ഓക്കെ. വിളിക്കും. ഇനി നമ്മുടെ ആയുഷ് പറയും. ആയുഷ്, മൈക്ക് ഓൺ ചെയ്യണം കേട്ടോ. അവനെ മൈക്ക് ഓൺ ചെയ്യേ. മൈക്ക് ഓൺ ആയിട്ടില്ല. എന്റെ പേര് ആയുഷ്. ഞാൻ 2D പഠിക്കുന്നു. മോയൻസ് സ്കൂളിലാണ്, LP സ്കൂളിലാണ് പഠിക്കുന്നത്. എന്റെ ജില്ല പാലക്കാട്. ഓക്കെ. സന്തോഷം. മോന്റെ പ്രഭാഷണം കേട്ടു കേട്ടോ. റിസൾട്ടൊക്കെ പറയാം. ഇനി സ്വാതി പറയും. സ്വാതി പറയാൻ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുക കുറച്ചേരായിട്ട്. എന്റെ പേര് സ്വാതി. ഞാന് GUPS പുത്തൂർ സ്കൂളിലെ 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്. ഞാന് ചിത്രരചനയ്ക്കും ക്വിസിനാണ് പങ്കെടുത്തത്. പാലക്കാട് ജില്ലയിൽ നിന്നാണ് താമസിക്കുന്നത്. ഓക്കെ. സിബീസ് ഫോൺ കാണുന്നുണ്ടല്ലോ, അതാരാ? ഒന്ന് പരിചയപ്പെടുത്തും മോനെ. എന്റെ പേര് അനിരുദ്ധ് രാജേഷ്. മേരിലാൻഡ് പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നു. 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഏത് ജില്ല? ഇടുക്കി. ഈ ജില്ല പറഞ്ഞാലേ ഞങ്ങൾക്ക് എവിടെയാണെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇങ്ങനെ പരന്നു കിടക്കല്ലേ കേരളം. ഓക്കെ. ഇനി ഹണിമോൾ ഇതളിന്റെ ഫോണാണെന്ന് മനസ്സിലായി. ഇതളുണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ അമ്മ പരിചയപ്പെടുത്തുക. നമസ്കാരം സർ. ഇതളില്ല. ഇതൾ പങ്കെടുത്തത് വീഡിയോ പ്രഭാഷണത്തിൽ കാർമൽ CMA പബ്ലിക് സ്കൂൾ വാഴക്കുളം, ഇടുക്കി ജില്ല. ഓക്കെ. 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ. ശ്രീ എന്ന് പറയുന്നത് ആരാ?
ശ്രീ. ശരി, വീഡിയോ ഓൺ ചെയ്യൂ. നിങ്ങൾ സംസാരിക്കാനുള്ള ഒരു വീഡിയോ ഓൺ ചെയ്യൂ. നന്ദകിഷോർ. എന്റെ പേര് നന്ദകിഷോർ. ഞാൻ എറണാകുളം ജില്ല. ഓക്കെ 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 ഓക്കെ. ജയലക്ഷ്മി. ജയലക്ഷ്മി ഉണ്ടോ അവിടെ? ഓക്കെ. സിയ. ഹലോ. ആ ജയലക്ഷ്മി പറയൂ. വീഡിയോ പറ്റിയ ഓൺ ചെയ്യും. എന്റെ പേര് സുരേഷ്. ഞാൻ സെന്റ് മേരീസ് വള്ളിയോട് മുടപ്പല്ലാണ് പഠിക്കുന്നത്. ഡിപ്ലോമയാണ്, പാലക്കാട് ജില്ല. ഡ്രോയിങ്ങിനാണ് പങ്കെടുത്തത്. ഓക്കെ 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 ഓക്കെ. അടുത്തത് സിയ. ഓക്കെ, സിയ അവിടെ വെയിറ്റ് ചെയ്യട്ടെ. ധന്യ മുഷാദ്, ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് പറയണേ. ഓക്കെ. ഷംനാസ്. ഞാൻ ഷംനാസ്, പാലക്കാട് ജില്ല ദാർലാമ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നു. 8ാം ക്ലാസ്സിലാണ്. 7ാം ക്ലാസ്സിലാണ്. കല്ലടിക്കോട്. കല്ലടിക്കോട്. ഓക്കെ ഓക്കെ ഓക്കെ. ധന്യ പറയാൻ വന്നു അല്ലെ? പറഞ്ഞോളൂ. ധന്യ എന്റെ അമ്മേന്റെ പേരാണ്. ഞാൻ ആദില മുഷാദാണ്. ആദില മുഷാദ് 10th സ്റ്റാൻഡേർഡിലാണ്. കോഴിക്കോട് ജില്ലയിലാണ്. മെഡിക്കൽ കോളേജ്. ഓക്കെ 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 ഓക്കെ. ഇനി ശ്ലക്ഷണിക. ഓക്കെ, ശ്ലക്ഷണിക വരുന്നില്ല. ആകട്ടെ. അപ്പൊ നമുക്കിനി ബാക്കി നമ്മുടെ 2 ജഡ്ജസ് കൂടെ ഇവിടെ ഉണ്ട്. അവരെങ്ങനെയായിരുന്നു ഇതിനെ നിങ്ങളുടെ മത്സരങ്ങളെ കണ്ടത്? അവരെങ്ങനെയാണ് അതിനെ നിരീക്ഷിച്ചത്? നിങ്ങൾക്ക് തരാനുള്ള നിർദ്ദേശങ്ങൾ എന്താണെന്ന് നോക്കാം. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളാണ് ഇവർ കൂടുതൽ, ചെറിയ കുട്ടികളാണ് കൂടുതൽ. അപ്പൊ അവർക്കനുസരിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കും. നമ്മൾ മുതിർന്നവരായതിന്റെ ഒരു ചെറിയ പ്രശ്നം നമുക്കൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് ആദ്യം ശ്രീ മഹേന്ദ്രനെ വിളിക്കാം. മഹേന്ദ്രൻ എന്ന് പറയുന്നത് കവിയാണ്, ഗവേഷകനാണ്, അധ്യാപകനാണ്, ചിത്രകാരനാണ്. ഈ മേഖലകളെല്ലാം അറിയപ്പെടുന്ന ഒരാളാണ്. അതുപോലെ തന്നെ നല്ലൊരു പ്രസംഗകനാണ്, നർത്തകനാണ്. അങ്ങനെയുള്ള ഒരുപാട് സവിശേഷതകളുള്ള ഒരാളാണ് മഹേന്ദ്രൻ നമ്മുടെ DP കോളേജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള സംവിധാനത്തിന്റെ, അതായത് ഗ്രീൻ ക്രോസ് ഫൗണ്ടേഷന്റെ കീഴിലുള്ള ഒരു ഫാക്കൽറ്റി പാനലുണ്ട്. അതില് ഫാക്കൽറ്റി മെമ്പറും കൂടിയാണ്. ഓക്കെ, മഹീദ് പറയും. നമസ്കാരം. ഞാന് ജഡ്ജായത് ചിത്രരചന വിഭാഗത്തിലായിരുന്നു. വളരെ നല്ല പാർട്ടിസിപ്പൻസ് നല്ലോണം ഉണ്ടായിരുന്ന ഒരു വിഭാഗം ആയിരുന്നു. അതായത് LP മുതൽ കോളേജ് തലം വരെയുള്ള കുട്ടികൾ വരച്ചത്. അതിന് വിഷയം കൊടുത്തത് നമ്മളെ സംരക്ഷിക്കുന്ന ഭൂമി അല്ലെ, പ്രകൃതി, ഭൂമി, ആ അർത്ഥത്തിലുള്ള വിഷയമാണ് കൊടുത്തത്. അപ്പൊ നേരത്തെ ആമുഖമായിട്ട് വർഗീസേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ഇത് എല്ലാം സ്പർശിച്ചു എന്ന് തോന്നുന്നു. എന്നാലും നമ്മൾ സാമ്പ്രദായികമായിട്ട് പ്രകൃതി ചിന്ത എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ കുട്ടികൾ, പ്രത്യേകിച്ച് കുട്ടികൾ, ഭൂമിയെ അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കണം എന്ന രീതിയിലാണ് ചിന്തിക്കുക. ഇപ്പൊ ഈ സ്കൂളുകളിലൊക്കെ ജൂൺ 5-ന് പരിസ്ഥിതി ദിനമൊക്കെ ആഘോഷിച്ച് എല്ലാ വർഷവും ആഘോഷിക്കുന്നതാണ്. പ്രസംഗങ്ങൾ ഒരുപാട് കേൾക്കുന്നതാണ്, ധാരാളം വായിക്കും.
അപ്പൊ ഡീപ് ഇക്കോളജിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവില് നിന്ന് ചിന്തിക്കാൻ ഉള്ള ഒരു ഒരുക്കമാണ് നിങ്ങൾ നടത്തിയെന്ന് തോന്നുന്നു. കാരണം സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചിന്ത ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ റിസൾട്ടും അല്ലെങ്കിൽ ഈ ഒരു സെഷനും കഴിഞ്ഞാൽ ഒന്നുകൂടി കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഭൂമിയെ സംരക്ഷിക്കേണ്ടതില്ല. അങ്ങനെ സംരക്ഷിക്കാൻ നമ്മൾ ഭൂമിയുടെ ഉടയോനൊന്നുമല്ലല്ലോ, നമ്മൾ അതിന്റെ മുതലാളിയൊന്നുമല്ല. അപ്പോ ഭൂമിയെ സംരക്ഷിക്കേണ്ടതില്ല അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതില്ല, നമ്മൾ അതിന്റെ ഒരു ഭാഗമാണ് എന്ന ഒരാശയമാണ് ഒളിമ്പസ് ഡീപ് ഇക്കോളജിയും ഉയർത്തിപ്പിടിക്കുന്നത്. ആ അർത്ഥത്തിൽ കുട്ടികളുടെ രചനകൾ ആ രീതിയിലേക്ക് എത്തിയോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. അതിൽ നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല. കാരണം അവരുടെ ഇത് ഒന്നാമത്തെ ചുവടായിട്ട് നമുക്ക് കണക്കാക്കിയാൽ മതി. എങ്കിലും ഭേദപ്പെട്ട രചനകൾ അതിൽ വന്നിട്ടുണ്ട്. ഗയ്യയുടെ കൺസെപ്റ്റ് ഒക്കെ വരുന്ന രീതിയിൽ അവർ അറിയാതെയോ ആണെങ്കിലും ഗയ്യയുടെ കൺസെപ്റ്റ് ഒക്കെ അതിൽ വന്നിട്ടുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷം. എന്തായാലും ചിത്രരചനയുടെ സ്കില്ലും അതുപോലെ തന്നെ ആശയത്തെ എത്രമാത്രം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് രണ്ടും കൂടി കണക്കാക്കിയിട്ടാണ് ഒരു മൂല്യനിർണയം നടത്തിയിരിക്കുന്നത്. കുട്ടികളെല്ലാം നന്നായി പങ്കെടുത്തു. അതില് ഈ പ്രകൃതി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭാഗത്ത് വരൾച്ചയും മറ്റൊരു ഭാഗത്ത് പച്ചപ്പുമായിട്ടുള്ള അങ്ങനെ ഒരു സ്ഥിരം പാറ്റേൺ ഉണ്ടല്ലോ. അങ്ങനെ കുറെ രചനകൾ വന്നിട്ടുണ്ട്. ഒന്നും മോശമല്ല. ഇതൊരു നല്ല തുടക്കമാവട്ടെ. ഒളിമ്പസിന്റെ ചിന്തകളും ഒക്കെ നിങ്ങളും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നുമൊക്കെ ആശംസിക്കുകയാണ്. നല്ല രചനകൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു LP ലെവലും UG ലെവലും അങ്ങനെ ലെവലുകൾ തിരിക്കാതെ തന്നെ ചിലപ്പോൾ നമുക്ക് അത് ചെയ്യേണ്ടി വന്നു എന്ന് തോന്നുന്നു. കാരണം അത്രയും നല്ലത് ചെറിയ കുട്ടികളിൽ നിന്നും വന്നിട്ടുമുണ്ട്. അതേപോലെ UP ഹൈസ്കൂൾ എല്ലാ വിഭാഗത്തു നിന്നും നല്ല രചനകൾ വന്നിട്ടുണ്ട്. ഒന്നും മോശം രചനകളല്ല. എല്ലാവരും അവരവരുടെ കഴിവുകൾ പ്രദർശിപ്പിച്ചു. അതിലുള്ള സന്തോഷം അറിയിക്കുന്നു. പങ്കെടുത്ത എല്ലാവരും വിജയികളാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. ആകട്ടെ, സന്തോഷം മഹി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും മഹി പറഞ്ഞത് ബോധ്യപ്പെടാനായിട്ട് നമുക്കിത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അനൗൺസ്മെന്റ് കഴിഞ്ഞ ശേഷം നമ്മൾ പ്രൈസിന്റെ കാര്യം പ്രഖ്യാപിച്ചതിന് ശേഷം നമുക്ക് എല്ലാ ചിത്രങ്ങളും ഒന്ന് കാണാം കേട്ടോ. സ്ക്രീനിൽ കൂടെ എല്ലാവരുടെ ചിത്രങ്ങൾ എല്ലാവർക്കും കാണാം. ഓക്കെ, അടുത്തതായിട്ട് മറ്റൊരു ജഡ്ജ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്ത ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ. അദ്ദേഹം പറയും, അദ്ദേഹം ഒരു സ്വന്തമായിട്ട് അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഹോസ്പിറ്റൽ കോഴിക്കോട് മുക്കത്ത് നടത്തുന്നു. പിന്നെ നമ്മുടെ ഈ ഫെലോഷിപ്പിന്റെ പ്രവർത്തകനാണ്, ഫാക്കൽറ്റി മെമ്പറാണ്. അതുപോലെ തന്നെ ഗ്രീൻ ക്രോസ് ഫൗണ്ടേഷന്റെ ഭാരവാഹിയാണ്. അദ്ദേഹത്തിന് ഉണ്ടായ ആ നിരീക്ഷണം അറിയിക്കും. എല്ലാവർക്കും നമസ്കാരം. ഒളിമ്പസിന്റെ നമ്മളെ എൻവയോൺമെന്റൽ ഡേ ആയി ബന്ധപ്പെടുത്തി നടത്തിയ പ്രോഗ്രാമിന്റെ ഇവാലുവേഷനാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. അപ്പോൾ നമ്മെ സംരക്ഷിക്കുന്ന ഭൂമി എന്നുള്ളതായിരുന്നു എല്ലാവർക്കും കിട്ടിയ വിഷയം. അപ്പോൾ അതില് എസ്സേ കോമ്പറ്റീഷൻ അതുപോലെ പ്രസംഗം, ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ജഡ്ജ് ചെയ്തത്. അതിനാണ് ഇവാലുവേറ്റ് ചെയ്തത്. അപ്പൊ അതില് നല്ല അവതരണങ്ങളായിരുന്നു. അതിനാൽ ഞാൻ പ്രസംഗത്തിനെ പറ്റി പറയാം. അപ്പൊ അതില് നല്ല രീതിയിൽ, അതായത് ആ വാക്ക് നമ്മെ സംരക്ഷിക്കുന്ന പ്രകൃതി എന്നുള്ളത് അവരത് സ്പെസിഫൈ ചെയ്തിട്ട് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അത് കൺഫ്യൂസ്ഡ് ആണോ എന്നൊക്കെ ആദ്യത്തിൽ തോന്നിയെങ്കിലും അത് പിന്നീട് അത് സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രസംഗത്തിൽ പിന്നെ പറയേണ്ടത്, അത് നല്ല അവതരണങ്ങളായിരുന്നു എല്ലാവരും. ആ ഒരു നല്ലൊരു ലൈനില് നല്ല ഭാഷയൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ ആയിരുന്നു എല്ലാവരും അത് അവതരിപ്പിച്ചത്. എസ്സേ കോമ്പറ്റീഷൻസില് എല്ലാവരും ഈ വാക്കുകൾ, അതായത് അവൾ, അമ്മ, ഗയ്യ എന്നുള്ള വാക്കുകളൊക്കെ എല്ലാവരും ആ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആ രീതിയിൽ അവതരിപ്പിച്ച കുറച്ച് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നമ്മള് സ്കൂളിൽ നിന്ന് പഠിച്ചൊരു വിവരം ഉണ്ടല്ലോ, പ്രകൃതി സംരക്ഷണം എന്നുള്ള രൂപത്തില്, ആ രൂപത്തില് നമ്മുടെ പ്രകൃതിയിൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത്, ആ രൂപത്തിൽ അവതരിപ്പിച്ചതുകൊണ്ട്
പിന്നെ ഒരുപാട് ഫിലോസഫിക്കൽ അല്ലെങ്കിൽ ലിറ്ററേച്ചറിലുള്ള ഒരുപാട് ബുക്കുകൾ മുന്നിൽ വെച്ചുകൊണ്ട് റെഫർ ചെയ്തിട്ട് ആ ബുക്കിന്റെ പേരൊക്കെ വെച്ചിട്ട് ആ രൂപത്തിൽ അവതരിപ്പിച്ച ആൾക്കാരുണ്ട്. എന്ത് തന്നെയായാലും നമ്മെ സംരക്ഷിക്കുന്ന പ്രകൃതി എന്നുള്ള ഒരു ഡൊമൈന് പല രൂപത്തിൽ പല രീതിയിൽ സെന്റൻസുകളായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി സ്കൂൾ നമ്മൾ പഠിക്കുന്ന ഒരു പ്രകൃതി ഉണ്ടല്ലോ, ആ ലൈനിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ തന്ന വിഷയത്തിനെ കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പോ ദ നാച്ചർ ദാറ്റ് പ്രൊട്ടക്ട് അസ് എന്നുള്ള ആ ഒരു തീമിൽ കുറച്ചും കൂടെ ഒരു ഊന്നൽ കൊടുത്തിട്ട് നമ്മൾ പഠിക്കാനും ബോധ്യപ്പെടാനുമുള്ള ഒരു വേദിയാണ് ശരിക്കും നമ്മൾ ഗ്രീൻ ക്രോസ് ഫൗണ്ടേഷന് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ വാക്ക് ഉപയോഗിച്ചത്. നമ്മള് ആ ഒരു ഗയ്യ കോൺഷ്യസ്നെസ് ഉണ്ടാക്കുക, അതായത് ഭൂമിയെ നമ്മൾ അടുത്തറിയാം. ഇപ്പൊ ചില ആൾക്കാരുടെ എഴുത്തിലൊക്കെ ഉണ്ട്, അതായത് നമ്മള് വിധേയനായി അതിനോട് അനുസരിച്ച് ആ കാരുണ്യം അറിഞ്ഞ് ജീവിക്കുക എന്നുള്ള രൂപത്തിലൊക്കെ നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല പ്രസന്റേഷൻസ് ആയിരുന്നു. അപ്പോൾ അതിന്റെ ഇവാലുവേഷനിലേക്ക് നമുക്ക് അതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ പരിപാടിയിൽ ഈ എസ്എ കോമ്പറ്റീഷനിലും ചിത്രരചനയിലും എലക്യൂഷനിലും ഒക്കെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അങ്ങനെ ഒരു ഇനീഷ്യേഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു മനസ്സിന്ന് സ്വന്തം അങ്ങനെ ചെയ്യാനുള്ള ഒരു ഇനീഷ്യേഷൻ നിങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് വലിയൊരു കാര്യം. പുറമേയുള്ള വേദികളിൽ പുറമേയുള്ള പ്രോഗ്രാമിലൊക്കെ അവനവന് പങ്കെടുത്ത് അതിൽ ആ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടല്ലോ, ആ ഒരു ഇൻവോൾവ്മെന്റ് നിങ്ങൾ എല്ലാ സമയവും ഉണ്ടാവട്ടെ. അതിൽ വളരെയധികം സന്തോഷം നിങ്ങളോട് ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി ഇതിനെ ഫൈനൽ ഇവാലുവേഷൻ നടത്തി കൺസോളിഡേറ്റ് ചെയ്തത് ഈ കുട്ടികളുടെ ഭൂമിയുടെ കേന്ദ്രം ബിന്ദുവായിട്ടുള്ള പൊന്നിയമ്മയാണ്. അപ്പോൾ പൊന്നിയമ്മ നിങ്ങളോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മത്സരം എന്ന് നമ്മൾ പറഞ്ഞില്ല അല്ലെ, നമ്മൾ മത്സരമായിട്ട് കണക്കാക്കാതെ നമ്മുടെ ഭൂമിയെ കുറിച്ച് അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കുന്ന ആ ഒരു അവസ്ഥ, ഭൂമിക്ക് എത്ര ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എത്ര അറിയാം എന്നുള്ള ഒരു ചെക്കിംഗ് ആണ് അല്ലെ, ഒരു സെൽഫ് ചെക്കിംഗ് ആയിട്ട് ഈ ഒരു മത്സരത്തെ കണ്ടാൽ മതി. അത് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു അല്ലെ, നമ്മൾ മത്സരത്തിന് മുന്നേ പറഞ്ഞിരുന്നു. എന്തായാലും മക്കളെല്ലാവരും വളരെ നന്നായിട്ട് തന്നെ പങ്കെടുത്തു. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം നിങ്ങൾ ഈ പല പല തിരക്കുകളിൽ, സ്കൂൾ തുറന്നു, അതിന്റെ തിരക്കുകൾ, മഴ, ഇങ്ങനെ എല്ലാം ബുദ്ധിമുട്ടുകൾക്കിടയിലും ഇങ്ങനെ ഒരു മത്സരം കണ്ട് അതിൽ പങ്കെടുത്ത് അതിനായിട്ട് വരയ്ക്കാനും എസ് എഴുതാനും ഒക്കെ ചിലരൊക്കെ വൈകിയെങ്കിലും നമ്മളതൊരു വിഷയമാക്കിയില്ല. കാരണം അതിനു വേണ്ടിയിട്ട് അവരെടുക്കുന്ന ആ ഒരു എഫേർട്ട്, അതിനാണ് നമ്മൾ പിന്നെ ശരിക്കും വില മതിക്കേണ്ടത് അല്ലേ. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ആ സമയം ഇതിനായിട്ട് നീക്കി വെച്ചതിൽ വളരെ സന്തോഷം അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ഗ്രീൻ ക്രോസ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഞങ്ങൾ ഇതൊരു നടത്തിയ ഒരു മത്സരമായിട്ട് ഇതിനെ കാണാതെ പ്രകൃതി ഇങ്ങനെ ഒരു ശ്രദ്ധ, എന്നെ ശ്രദ്ധിക്കൂ എന്ന് ഭൂമി പറഞ്ഞതായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് മത്സരം ഒരു വേദിയായി, ഒരു കാരണമായി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ ഇതിലെ പല മുഖങ്ങളെയും ഇനി സ്ഥിരമായിട്ട് കാണാൻ പോവുകയാണെന്ന് അറിയാം. എന്തായാലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇതില് ഞാൻ മൂല്യനിർണ്ണയം നടത്താനായിട്ട് ശ്രമിച്ചത് എസ്എ കോമ്പറ്റീഷൻ, അതുപോലെ പ്രസംഗം, അതുപോലെ ക്വിസ്, ഇത്രയാണ്. അപ്പൊ ക്വിസിന്റെ നമ്മൾ മുന്നേ കുറച്ച് പേര് അറിഞ്ഞിരുന്നു നേരത്തെ തന്നെ. അപ്പൊ ബാക്കി എല്ലാവരും ഇപ്പൊ മുന്നേ എല്ലാ ജഡ്ജസും പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ പ്രതിപാദിക്കാൻ. അതായത് ഇപ്പൊ നമ്മള് കുട്ടികളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളിപ്പോ നിങ്ങളുടെ ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത് അത് വെച്ച് നിങ്ങൾ പരമാവധി അത് നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ചിത്രങ്ങളെല്ലാം കണ്ടിരുന്നു. അപ്പൊ എല്ലാം നിങ്ങൾ ആ പ്രായത്തിനനുസരിച്ച് അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു അറിവ് നിങ്ങൾ പ്രദർശിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എസ് എഴുതിയവരും അതുപോലെ പ്രസംഗിച്ചവരും ഒക്കെ വളരെ രസകരമായിട്ട്, കുട്ടികളാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ക്യൂസിനേക്കാളും പാർട്ടിസിപ്പൻസ് കുറവായിരുന്നു ബാക്കിയുള്ള മത്സരങ്ങൾക്ക്. പക്ഷെ ആ വന്നവര് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. രസകരമായിരുന്നു. ആയിഷ്, ഷിഹാൻ, അതുപോലെ ഇതിലിപ്പോ ആരാ പ്രസംഗത്തിന് വന്നിട്ടുള്ള വേറെ കാണുന്നില്ല, പലരും ഇതിൽ എത്തിയിട്ടില്ല. ശരിക്കും സമ്മാനം ലഭിച്ച പലരും എത്തിയിട്ടില്ല. അപ്പോ എല്ലാവരും നന്നായിട്ട് ശ്രമിച്ചു. കാരണം ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ വീഡിയോ ആയിട്ട് അയച്ചു കൊടുക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ എല്ലാ ശ്രമങ്ങളും തീർച്ചയായിട്ടും അതിന്റെ ഫലം കണ്ടിട്ടുണ്ട്.
പിന്നെ നമ്മൾ അറിയാലോ, ഇതില് ഒരു മത്സരം എന്നുള്ള രീതി നമ്മളിതില് ശ്രദ്ധിച്ചിരുന്നത് കൊണ്ട് തന്നെ അതിലെ ഒരു മൂല്യനിർണ്ണയം എന്നുള്ളതിന് നമ്മൾ ഒരു പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. എങ്കിലും എല്ലാവർക്കും, ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നമ്മൾ സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. അപ്പൊ ആരും ഇതില് ഒഴിവാക്കപ്പെടുന്നില്ല കേട്ടോ. അത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും പ്രസംഗവും എസ്സേയും വളരെ കുറച്ച്, അതായത് ആകെ കുറച്ച് പേരെ പങ്കെടുത്തിട്ടുള്ളതെങ്കിലും പങ്കെടുത്ത എല്ലാവരും നന്നായിട്ട് തന്നെ അത് ചെയ്യാൻ ശ്രമിച്ചു. ഇതിൽ അന്ന ഡൊമിനിക്കാണ് മുതിർന്ന PG ചെയ്യുന്ന വിദ്യാർത്ഥിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അന്ന ഇവിടെ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ ഷിഹാൻ ചെയ്തു, ആയുഷ് ചെയ്തു, ഇതളും എത്തിയിട്ടില്ല. എല്ലാവരും എല്ലാം ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചു കേട്ടോ. വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി. അപ്പൊ നമുക്ക് ഇപ്പോഴാണോ വരണേ? ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ശരി, എന്തായാലും കുറച്ചു നേരം കൂടെ കാത്തിരിക്കും, ബാക്കി പറയാം. ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. ഓക്കെ, നമുക്കിപ്പോ പറയാട്ടോ. അപ്പോ നമുക്ക് ഇനി നമ്മള് മൂല്യനിർണ്ണയം കഴിഞ്ഞതിന്റെ റിസൾട്ടിലേക്ക് പോവാം. ഓരോരുത്തർക്കും കിട്ടിയ മാർക്കുകളാണ് ഞാൻ ആദ്യം വായിക്കുന്നത്. അതിനുശേഷം ഫസ്റ്റ്, സെക്കൻഡ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മളത് ശരിക്കും മത്സരമല്ല എന്ന് പറഞ്ഞു, എങ്കിലും ആദ്യത്തെ സ്ഥാനങ്ങൾ കിട്ടിയവരെ നമുക്ക് പറയാം. ഇപ്പോ അഭയ് ഉണ്ടോ ഇവിടെ? അതല്ല, ഈ മാർക്ക് ലിസ്റ്റ് അങ്ങോട്ട് തട്ടെ. മാർക്കിന്റെ കാര്യം നമ്മൾ വായിക്കാം. ഓക്കെ, ഞാൻ മാർക്കിന്റെ കാര്യം ഇവിടുന്ന് വായിക്കാം. ഇതില് വായിക്കുന്നത് നമ്മളിവിടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കിട്ടിയ ആ ഒരു ക്രമത്തിനനുസരിച്ചായിരിക്കും. ഓക്കെ, ആദ്യത്തെ അഭയ് LP ആണ്. വന്നിട്ടുള്ളവര് അവരവരുടെ പേര് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, അല്ലാത്തവര് നമ്മള് ഗ്രൂപ്പിൽ അറിയിക്കാം. അഭയ് LP പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് ക്വിസിന്, എസ്സേക്കും ഡ്രോയിങ്ങിനും പേര് തന്നിട്ടുണ്ടെങ്കിലും പങ്കെടുത്തിരുന്നില്ല. അപ്പൊ ക്വിസിന് അഭയ്ക്ക് 95 മാർക്കാണ്. അതുപോലെ ആദില മുഷാദ് വന്നിട്ടുണ്ട് അല്ലെ. ഡ്രോയിങ്ങിനാണ് 60 മാർക്കാണ് കേട്ടോ. മാർക്കുകൾ 100ലാണ് ഈ പറയുന്നതെല്ലാം കേട്ടോ. അദ്വിക ആശിഷ് ക്വിസിനാണ് 130. അതായത് അത് നമ്മൾ ശതമാനമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പൊ അദ്വിക 6ാം ക്ലാസ്, അതായത് UP ക്ലാസ് ആണ്. അപ്പോ UPക്ക് നമ്മള് 20 മാർക്ക് കിട്ടിയാല് അവർക്ക് നമ്മൾ 100% കണക്കാക്കും. 40 ക്വസ്റ്റ്യൻ ആണ് ക്വിസിന് ഉണ്ടായിരുന്നത്. അതില് നമ്മളെല്ലാം LP, UP, ഹൈസ്കൂൾ എല്ലാവർക്കും കൂടിയിട്ടാണ് ആ മത്സരം ഒരുമിച്ചുണ്ടായിരുന്നത്. അതുകൊണ്ട് LP ക്ലാസ്സുകാർക്ക് 10 മാർക്ക് കിട്ടിയാൽ നമ്മൾ 100% കണക്കാക്കും. അതുപോലെ UPക്ക് 20 മാർക്ക്, ഹൈസ്കൂൾ സെക്ഷന് 30 മാർക്ക്, പിന്നെ +2ന് 40 മാർക്ക്. ഇതാണ് നമ്മൾ 100% കണക്കാക്കുക കേട്ടോ. അപ്പൊ 130 എന്ന് കണക്കാക്കുമ്പോൾ നമ്മൾ ആ 20 മാർക്കിൽ കൂടുതൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തത് അദ്വിതീയ ആശിഷാണ്. അവർക്കും 130 മാർക്കാണ്, അതായത് 20ൽ കൂടുതൽ മാർക്കുണ്ട് അവർക്ക്. അടുത്തത് അദ്വൈത് PV പങ്കെടുത്തിട്ടുള്ളത് ക്വിസിനാണ്, അതുപോലെ ഡ്രോയിങ്ങിനും. ക്വിസിന് അദ്വൈതിന് 48.75% മാർക്കുണ്ട്. ഡ്രോയിങ്ങിന് 40 മാർക്കാണുള്ളത്. അഖിൽ കൃഷ്ണ ക്വിസിന് പങ്കെടുത്തിട്ടുണ്ട്, 75 മാർക്കാണുള്ളത്. അമൽ ക്വിസിനാണ് പങ്കെടുത്തിട്ടുള്ളത്, 46.67 മാർക്കാണുള്ളത്. അന്ന ഡൊമിനിക് എസ്സേക്കും പങ്കെടുത്തിട്ടുണ്ട്, എലക്യൂഷനും പങ്കെടുത്തിട്ടുണ്ട്. എസ്സേക്കുള്ള മാർക്ക് 77, പിന്നെ എലക്യൂഷന് 85.5 മാർക്കാണുള്ളത്. അപൂർവ ലക്ഷ്മി ഡ്രോയിങ്ങിന് 40 മാർക്കാണുള്ളത്. അതുൽ മാധവ് ക്വിസിന് 70 മാർക്ക്. ആയുഷ് പങ്കെടുത്തിട്ടുള്ളത് ഡ്രോയിങ്ങിനും അതുപോലെ എലക്യൂഷൻ പ്രസംഗത്തിനുമാണ്. ആയുഷിന് പ്രസംഗത്തിന് 70 മാർക്കുണ്ട്, അതുപോലെ ഡ്രോയിങ്ങിന് 50 മാർക്കുണ്ട്. ഭാഗ്യശ്രീ രാജേഷ്
ഭാഗ്യശ്രീ പങ്കെടുത്തിട്ടുള്ളത് ക്വിസിനാണ്. ക്വിസിന്, എസ്സേക്ക്, ഡ്രോയിങ്ങിന്. ഭാഗ്യശ്രീ ഇവിടെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ. ക്വിസിന് 63.33% മാർക്കുണ്ട്, എസ്സേക്ക് 78.5 മാർക്കുണ്ട്, ഡ്രോയിങ്ങിന് 70 മാർക്കുണ്ട്. ദേവിയാൻ KG ഡ്രോയിങ്ങിനാണ് പങ്കെടുത്തിട്ടുള്ളത്, 70 മാർക്കുണ്ട്. ധ്രുവി ക്വിസിനാണ് പങ്കെടുത്തിട്ടുള്ളത്, 56.67%. ഈശ്വർ M വിനയൻ ക്വിസിനാണ് പങ്കെടുത്തിട്ടുള്ളത്, 137.5% മാർക്കുണ്ട്. ഹനീൻ ക്വിസിന് 45 മാർക്ക്. ഹൻസ ഫാത്തിമ ഡ്രോയിങ്ങിനാണ് പങ്കെടുത്തിട്ടുള്ളത്, 60 മാർക്കുണ്ട്. ഹയ ഫാത്തിമ ഡ്രോയിങ്ങിനാണ് 60 മാർക്കുണ്ട്. ഇതൾ വർഗീസ് എലക്യൂഷനാണ്, പ്രസംഗത്തിന് 22 മാർക്കുണ്ട്. കിഷാൻ ദേവ് 65 മാർക്ക് ഡ്രോയിങ്ങിന്. നന്ദകിഷോർ ക്വിസിന് 50 മാർക്കുണ്ട്, നന്ദകിഷോറിന് ഡ്രോയിങ്ങിന് 50 മാർക്കുണ്ട്. നീരവ് കൃഷ്ണ ക്വിസിന് 75 മാർക്ക്, ഡ്രോയിങ്ങിന് 50 മാർക്ക്. നേഹ മേരി വിപിൻ ക്വിസിൽ പങ്കെടുത്തിട്ടുള്ളത് 30 മാർക്കുണ്ട്, 30% മാർക്ക്. പത്മശ്രീ S ഡ്രോയിങ്ങിനാണ് പങ്കെടുത്തിട്ടുള്ളത്, 60 മാർക്കുണ്ട്. നീരവകൃഷ്ണയ്ക്ക് ഡ്രോയിങ്ങിന് 50 പറഞ്ഞേ? അതെ അതെ, ഡ്രോയിങ്ങിന് 50, ക്വിസിന് 75%. ഓക്കെ. പത്മശ്രീ 60 മാർക്കാണ് ഡ്രോയിങ്ങിന്. പ്രബിഷ A എസ്ഐക്കാണ് 72 മാർക്കുണ്ട്. രശ്മി TR അവർക്കും SI ആണ്, 62 മാർക്കാണ്. S അശ്വനി സുരേഷ് ഡ്രോയിങ്ങിന് 50 മാർക്കുണ്ട്. സാത്വിക S ക്വിസിന് 122.5%. ഷംനാസ് MS ഡ്രോയിങ്ങിനാണുള്ളത്, 40 മാർക്കാണുള്ളത്. ഷിഹാൻ S ക്വിസിനുണ്ടായിരുന്നു, SIക്ക് ഉണ്ടായിരുന്നു, ഡ്രോയിങ്ങിന്, എലക്യൂഷന് എല്ലാത്തിനും പങ്കെടുത്തിട്ടുണ്ട്. ഷിഹാന് ക്വിസിന് 135%, SIക്ക് 78 മാർക്കുണ്ട്. അതുപോലെ വീഡിയോ പ്രസംഗത്തിന് 86.5 മാർക്കുണ്ട്, ഡ്രോയിങ്ങിന് 40 മാർക്കുണ്ട്. ശ്രീഹരി PR ഡ്രോയിങ്ങിന് 65 മാർക്കുണ്ട്. ശ്രീനന്ദ ക്വിസിനാണ് പങ്കെടുത്തിട്ടുള്ളത്, 130% മാർക്കുണ്ട്. ശ്രീഷ R ഡ്രോയിങ്ങിനാണ് 50 മാർക്ക്. ശ്രിജിൽ ഡ്രോയിങ്ങിനാണ് 55 മാർക്ക്. സ്വാതി V ക്വിസിന് പങ്കെടുത്തിട്ടുണ്ട്, ഡ്രോയിങ്ങിന് പങ്കെടുത്തിട്ടുണ്ട്. സ്വാതിക്ക് ക്വിസിന് 135% മാർക്കുണ്ട്, ഡ്രോയിങ്ങിന് 50 മാർക്കാണുള്ളത്. വേദ് തീർത്ത് ഡ്രോയിങ്ങിന് 70 മാർക്കുണ്ട്. അതുപോലെ വിശാൽ P ഡ്രോയിങ്ങിനാണ് പങ്കെടുത്തിട്ടുള്ളത്, 70 മാർക്കുണ്ട്. വൈഷ്ണവ് ക്വിസിന് 32.5%, അതുപോലെ ഡ്രോയിങ്ങിന് 45 മാർക്കാണുള്ളത്. ശ്ലാക്ഷണിക ക്വിസിന് മാത്രമാണ് പങ്കെടുത്തിട്ടുള്ളത്, 100% മാർക്ക്, അതായത് 10 മാർക്ക് കിട്ടിയിട്ടുണ്ട്. 40ാമത്തെ ആൾ അനിരുദ്ധ് രാജേഷ് 45 മാർക്കാണ് ഡ്രോയിങ്ങിന് കേട്ടോ. അനിരുദ്ധിന് ഡ്രോയിങ്ങിന് 45 മാർക്ക്. 41ാമത്തെ ആൾ അവസാനം സാറ ഡൈജു ഡ്രോയിങ്ങിനാണ് പങ്കെടുത്തിട്ടുള്ളത്, 40 മാർക്കുണ്ട്. 41 പേരാണ് എല്ലാ മത്സരങ്ങളിലുമായിട്ട് പങ്കെടുത്തിട്ടുള്ളത്. ഇനി ഇതില് ഇപ്പൊ കേട്ട എല്ലാവരുടെയും മാർക്ക് കേട്ടു. ഇനി ഇതില് 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും സ്ഥാനം കിട്ടിയിട്ടുള്ളത് ആർക്കാണെന്നൊന്ന് നോക്കാം. അതില് ക്വിസ് മത്സരത്തിൻ്റെത് ആദ്യം പറയാം. ക്വിസ് മത്സരത്തില് LP വിഭാഗത്തില് ശ്ലക്ഷണികയ്ക്കാണ് പ്രൈസ് കിട്ടിയിട്ടുള്ളത്, ഫസ്റ്റ് പ്രൈസ് ശ്ലക്ഷണിക. ഒന്ന് ക്ലാപ്പ് ചെയ്യാവോ എല്ലാരും? റൈറ്റ്. ഇനി UPയില് ചറപറാന്ന് കുറെ പേർക്ക് കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ ഒരുപാട് പേരുണ്ട്. അപ്പൊ UPയില് ഈശ്വരനാണ് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. ഈശ്വരാണ് ഫസ്റ്റ്. ഓക്കെ. സെക്കൻഡ് 2 പേർക്കുണ്ട്, സ്വാതി ഷിഹാൻ. ക്വിസില് UP വിഭാഗത്തില് ക്വിസില് സ്വാതി ഷിഹാൻ. ഇതിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് രണ്ടുപേരും, ഇവര് 3 പേരും
മൂന്നല്ല കേട്ടോ. അടുത്ത് ഈ തേർഡ് കിട്ടിയവരുടെ കൂടെ പറയാം. തേർഡ് കിട്ടിയ ആളുകള് അദ്വിതി ആശിഷ്, അദ്വിക ആശിഷ്, ശ്രീനന്ദ. ഇവര് 3 പേർക്കും തേർഡാണ്. ഇതിലെ രസകരമായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാല് ഈ പറഞ്ഞ ആളുകൾ മുഴുവൻ മറ്റേ ഹയർ സെക്കൻഡറി കോഴ്സിനേക്കാളും ഹൈസ്കൂൾ ക്ലാസ്സിനേക്കാളും ഹയർ സെക്കൻഡറി ക്ലാസ്സിനേക്കാളും PG ക്ലാസ്സിനേക്കാൾ, PGയുടെ ആളുകൾ അല്ല, ഈ 2 ക്ലാസ്സിനേക്കാളും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തു എന്നുള്ളതാണ്. അവർക്ക് കിട്ടാനുള്ള മാർക്കിനേക്കാളും കൂടുതൽ സ്കോർ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഈ മിടുക്കർക്ക് ഞങ്ങളുടെ എല്ലാ സന്തോഷവും അറിയിക്കുന്നു കേട്ടോ. ആശംസകൾ. ഇനി ഹൈസ്കൂൾ ക്ലാസ്സിൽ ഫസ്റ്റ് പ്രൈസ് പോകുന്നത് ഭാഗ്യശ്രീ രാജേഷിനാണ്. ഓക്കെ, ക്ലാപ്പ് ചെയ്യൂ. എല്ലാവർക്കും ഒരു പ്രോത്സാഹനം കൊടുക്കണ്ടേ? രണ്ടാമത്തേത് ധ്രുവിയാണ്. മൂന്നാമത്തേത് അമലാണ്. ഓക്കെ, പിന്നെ ഹയർ സെക്കൻഡറിയില് ഫസ്റ്റ് പ്രൈസ് പോകുന്നത് അഖിൽ കൃഷ്ണയ്ക്കാണ്. സെക്കൻഡ് നന്ദകിഷോറിന്. മൂന്നാമത്തേത് അദ്വൈതന്. ഓക്കെ, ഇനി നമുക്ക് എസ്എ കോമ്പറ്റീഷനിലേക്ക് പോവാം. അതിൽ പോകുമ്പോ ഷിഹാനാണ് UPയില് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത്. ഓക്കെ, നിലവാരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പിന്നെ ഹൈസ്കൂൾ ക്ലാസ്സില് ഫസ്റ്റ് പ്രൈസ് ഭാഗ്യശ്രീ രാജേഷിനാണ്. രശ്മി TRനാണ് രണ്ടാമത്തേത്. ഹയർ സെക്കൻഡറിയില് പ്രഭിഷ ആണ് പങ്കെടുത്തത്. ഒരാളെ പങ്കെടുത്തുള്ളൂ. നിലവാരമുണ്ടായിരുന്നു. 72% മാർക്കുണ്ട്. ഷിഹാന് 78 ആണ്. ഭാഗ്യശ്രീക്ക് 78.5 ആണ്. രശ്മി TRന് 62 ആണ്. അതുപോലെ തന്നെ PG ക്ലാസ്സിൽ ഒന്ന് പങ്കെടുത്ത അന്ന ഡൊമിനിക് ആണ്. അതിന് 77 ആണ്. അപ്പൊ അതില് ഭാഗ്യശ്രീ രാജേഷിനാണ് എസ്എ കോമ്പറ്റീഷനിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിട്ടുള്ളത്. റൈറ്റ്. പിന്നെ എലക്യൂഷൻ പ്രസംഗം എന്നുള്ളതിൽ LPയില് 2 പേരാണ്, 2 രസികൻ കഥാപാത്രങ്ങളാണ് പങ്കെടുത്തത്. അതിൽ ഫസ്റ്റ് കിട്ടുന്നത് ആയുഷിനാണ്. ഓക്കെ, രണ്ടാമത്തേത് നല്ല കണ്ട ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നതാണ് ഇതളിന്റെ പ്രഭാഷണം. ഇതളും നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പൊ ആയുഷിന് 70യും ഇതളിന് 62 ആണ് കിട്ടിയിട്ടുള്ളത്. ഇതളിന്റെ മാർക്ക് കുറയുന്നതിന്റെ ഒരു റീസൺ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ തന്ന തീമിലേക്ക് കണക്ട് ചെയ്തിട്ടില്ല. അതാണ് അവിടെ ഉണ്ടായിരുന്ന ആ കുറവ്. ആയുഷ് അത് കണക്ട് ചെയ്തു. അവിടെയാണ് അതിന് മാറ്റം ഉണ്ടാവും. ഇതിനെ ഏറ്റവും നന്നായിട്ട് കണക്ട് ചെയ്തത്, അതായത് നമ്മുടെ തീമുമായിട്ട് ഏറ്റവും നന്നായിട്ട് കണക്ട് ചെയ്തത് UP വിഭാഗത്തിൽ ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചിട്ടുള്ള ഷിഹാനാണ്. ഷിഹാൻ 86.5 ആണ് ഷിഹാന് കിട്ടിയിട്ടുള്ള മാർക്ക്. PGയിൽ അന്ന ഡൊമിനിക്കനാണ് കിട്ടിയത്. അതും 85.5 ആണ്. അതിൽ ഏറ്റവും കൂടിയ സ്കോർ തന്നെ ഈ 86.5 ആണ്. റൈറ്റ്. ഷിഹാനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത്. ഇനി നമുക്ക് നിങ്ങളിൽ അധികം പേരും കാത്തിരിക്കുന്ന അടുത്ത മത്സരത്തിലേക്ക് പോവാം. ഡ്രോയിങ് കോമ്പറ്റീഷൻ ആണ്. ഡ്രോയിങ്ങില് ഫസ്റ്റ് പ്രൈസ് LPയില് ഫസ്റ്റ് പ്രൈസ് വേദതീർത്ഥനാണ്. 70% മാർക്കാണുള്ളത്. ഓക്കെ, രണ്ടാമത്തെ സ്ഥാനം ആയുഷിനാണ് പോകുന്നത്. അത് 50% ആണ്. റൈറ്റ്. മൂന്നാമത്തേത് അപൂർവ ലക്ഷ്മിയാണ്. 40% ആണ് മാർക്ക്. പിന്നെ UPയില് ദേവ്യാനാണ് ഏറ്റവും കൂടുതൽ മാർക്ക്. 70% ആണ്. കിഷൻ ദേവിന് 65% രണ്ടാം സ്ഥാനം. ഹയ ഫാത്തിമയ്ക്ക് 60% മൂന്നാം സ്ഥാനം. ഹയർ സെക്കൻഡറിയില് ഭാഗ്യശ്രീ രാജേഷാണ് 70% കൂടി ഒന്നാമതെത്തുന്നത്. ശ്രീഹരി PR-ന് രണ്ടാം സ്ഥാനമാണ് 65. ആദില മുഷാദിന് 60 ആണ്. ഓക്കെ, ഹയർ സെക്കൻഡറിയിൽ വിശാലിനാണ് ഡ്രോയിങ്ങിൽ ഫസ്റ്റ് 70%. ഹൻസ ഫാത്തിമ 60% നേടി രണ്ടാം സ്ഥാനത്ത്. അദ്വൈത് PVക്ക് 40% കൂടി മൂന്നാം സ്ഥാനത്ത്. അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിൽ പത്മശ്രീക്ക് ഫസ്റ്റ് പ്രൈസ് 60%. അശ്വതി സുരേഷിന് രണ്ടാം സ്ഥാനം 50%. അപ്പൊ ഇതാണ് നമ്മുടെ വിന്നേഴ്സിന്റെ ഒരു ലിസ്റ്റ്. ഓക്കെ,
അപ്പൊ ഇതില് വിൻ ചെയ്യാത്തതെന്ന് പറയുന്ന ആളുകള് കുറച്ചു പേരുടെ പേരുണ്ട് അതിനകത്ത്. പക്ഷെ ആ വിൻ ചെയ്യാത്തവരെ സ്കോർ ചെയ്യാത്തവരല്ല, അവരെല്ലാം വിജയിച്ചു എന്നുള്ളതാണ്. ഈ പറയുന്ന ലിസ്റ്റിൽ വന്നിട്ടില്ല എന്നേ ഉള്ളൂ. ഏറ്റവും ഇപ്പൊ ഫസ്റ്റ് എല്ലാവർക്കും കിട്ടില്ലല്ലോ. ഫസ്റ്റ് ചിലർക്ക് കിട്ടിയതുകൊണ്ട് ഇവർക്ക് അത് കിട്ടാതെ പോയത് മാത്രമേ ഉള്ളൂ. എല്ലാവരും നല്ല പോലെ സ്കോർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഞാനും നേരത്തെ മഹേന്ദ്രും ഒക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ആ കോർ ടോപ്പിക്കിലേക്ക് ചിലർ എത്തിയിട്ടില്ല. പക്ഷേ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഈ വിഷയങ്ങളിലെല്ലാം നിങ്ങൾക്കുള്ള അറിവ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇതിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ മാർക്ക് ഇതിൽ ടോട്ടൽ സ്കോർ ചെയ്തിട്ടുള്ളത് ഷിഹാനാണ്. ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഭാഗ്യശ്രീ രാജേഷാണ് രണ്ടാമത് സ്കോർ ചെയ്തിട്ടുള്ളത്. രണ്ടുപേരും പാലക്കാട് ജില്ലക്കാരാണ്. അപ്പോ ബാക്കിയുള്ളവർ മോശമാണെന്നല്ല അതിനർത്ഥം കേട്ടോ. ബാക്കിയുള്ളവരെല്ലാം നന്നായിട്ട്, ഇപ്പോ ആയുഷെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെയാണ്, ഇതളും ഒക്കെ നല്ല രീതിയിലാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. ചിത്രങ്ങളും അതുപോലെ തന്നെ. നമുക്ക് ആ ചിത്രങ്ങൾ കൂടെ ഒന്ന് കണ്ടാലോ? എല്ലാവരും വരച്ച ചിത്രങ്ങളൊന്ന് കണ്ടാലോ? എനിക്ക് ഷെയറിംഗ് പെർമിഷൻ വേണം. ഞാൻ പേര് ഇതിൽ ഇല്ല, കാരണം പേരല്ല ഇതിന് കൊടുത്തിരിക്കുന്നത്. കോഡ് നമ്പർ ഇടതുവശത്ത് മുകളിൽ കാണാൻ പറ്റും. +2 19ാമത്തെ ആളാണ് പേര്. കാരണം നമ്മൾ കോഡ് നമ്പറിലാണ് ജഡ്ജസിലേക്ക് പോയിട്ടുള്ളത്. ആ പോയതിന്റെ ലിസ്റ്റാണിത്. സെക്കൻഡ് അല്ല, രണ്ടാമത്തെ ചിത്രം. ഓക്കെ, ആ പേര് വായിച്ചു തരാന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിനിറ്റ് കേട്ടോ. അതെന്നാ ലിസ്റ്റ് അല്ലേ. അപ്പൊ 19ാമത്തെ ആള് 19ാമത്തെ ഹൻസ ഫാത്തിമയുടെയാണ് ഈ ചിത്രം. ഹൻസ ഫാത്തിമ. ഓക്കെ. അടുത്ത ചിത്രം 21ആണ്. ഹയാ ഫാത്തിമ 21ാമത്തെ ചിത്രം. അടുത്തത് 24. ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത് ഹയാ ഫാത്തിമയുടെ ചിത്രമാണ്. കിഷാൻ ദേവ് ആണ് ഇപ്പൊ കാണുന്ന ചിത്രം 24. ഓക്കെ. 52 വേദ് തീർത്ത്. 47 ശ്രിജിൽ എസ്. 55 UP. അനിരുദ്ധ് രാജേഷ്. 15 ദേവ്യാൻ. 21. അത് നേരത്തെ കാണിച്ചിരുന്നല്ലോ അല്ലെ? ഓക്കെ. 29 നീരവ് കൃഷ്ണ. 29 നീരവ് കൃഷ്ണ. 3 ഹൈസ്കൂൾ വിഭാഗത്തിൽ. ആദില മുഷാദ്. 40 ഹൈസ്കൂളിലാണ്. ഭാഗ്യശ്രീ രാജേഷ്. ഓക്കെ. ഇത് 41 ഹൈസ്കൂൾ വിഭാഗത്തിലാണ്. 41 ഷംനാസ്. ഷംനാസിന്റെയാണ് 41. അടുത്തത് 38 ആണ് UG അണ്ടർ ഗ്രാജുവേറ്റ് വിഭാഗത്തില്. അശ്വനി സുരേഷ്. എസ് അശ്വനി സുരേഷ്. അടുത്തത് 44 ആണ്. ശ്രീഹരി ആർ ആർ. ശ്രീഹരി ആർ ആർ. ഓക്കെ. 49 സ്വാതി വി. 49. ഇത് 11 LP വിഭാഗത്തിലെയാണ്. 11ാമത്തെ അപൂർവ ലക്ഷ്മി.
അപൂർവ ലക്ഷ്മി. പക്ഷെ അതിൽ സന്ദേശം ഉണ്ട്, സന്ദേശം വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ആ കൊച്ചു കുട്ടികളുടെ ആണെങ്കിൽ പോലും സന്ദേശം കൃത്യമായിട്ട് വന്നിട്ടുണ്ടെന്നുള്ള രസം. 32 UG അണ്ടർ ഗ്രാജുവേറ്റ് പത്മശ്രീ. പത്മശ്രീയുടെ 32 പത്മശ്രീ. ഓക്കെ. 26 +2 നന്ദകിഷോർ ആണ്. 6 ഇതും +2 ആണ്. 6 അദ്വൈത് PV. അദ്വൈത്. ഇത് വീണ്ടും LP-യിലെ 13ാമത്തെ ആള്. ആയുഷ് S. ആയുഷിന്റെ ചിത്രമാണിത്. UP-യിലെ 56 സാറ. സാറയുടെ. സാറയുടെ തന്നെയാണ് ഇത്. 53 +2 ആണ്, അല്ല +1. 53 വിശാൽ P. 42 ഷിഹാൻ S. 54 വൈഷ്ണവ്. 46 ശ്രീഷ R. അപ്പോ ഇത്രയാണ് ചിത്രങ്ങൾ നമുക്ക് ഉള്ളത്. ഓക്കെ. പിന്നെ ലേഖനങ്ങളും എല്ലാം നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ലിങ്കുകൾ തരുന്നതാണ്. എല്ലാവർക്കും എല്ലാം വായിക്കാം. എല്ലാവരും തമ്മിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്താണെങ്കിലും ഇതിന്റെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ അറിയാം. പിന്നെ ഇതിൽ ഈ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നമ്മൾ ഈ സാക്ഷ്യപത്രം, സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ മറ്റൊന്ന് 2 ചെറിയ സമ്മാനങ്ങളും തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പാലക്കാട് വെച്ചൊരു പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. പലർക്കും വരാൻ ദൂരമാണ്, ബുദ്ധിമുട്ടാണെന്നൊക്കെ പലരും അറിയിക്കുന്നുണ്ട്. പിന്നെ ആകെ 2-3 പേര് മാത്രമാണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു പരിപാടി നടത്താൻ കഴിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങൾ ഒന്നുകൂടെ എല്ലാവരുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കട്ടെ. വരാൻ കഴിയില്ല എന്ന് പറഞ്ഞവരടുത്ത് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കട്ടെ. പരിപാടികൾ എല്ലാവർക്കും ഒത്തുകൂടാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പാലക്കാട് വെച്ച് ഒത്തുകൂടിയിട്ട് സമ്മാന വിതരണം നടത്താം. അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലേക്ക് ഇത് എത്തിക്കും. വീട്ടിലേക്ക് എന്നുള്ളതിനേക്കാളും കൂടുതൽ സ്കൂളിലേക്ക് അയക്കുന്നതിനായിരിക്കും ഞങ്ങൾക്ക് ഉചിതമായിരിക്കുക. അപ്പോൾ ഞങ്ങള് നിങ്ങളുടെ സ്കൂളിന്റെ വിലാസങ്ങൾ കൂടെ തരണം എന്നുള്ളത് അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോ ഇവിടെ വന്നു ചേർന്ന എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള സന്തോഷം, നന്ദി അറിയിക്കുന്നു. തുടർന്നും ഈ കുട്ടികളുടെ ഭൂമി എന്നുള്ള പരിപാടിയുടെ ഭാഗമായി നിങ്ങൾ കൂടുക. നമ്മൾ ഇനിയിപ്പോ ഈ ജൂലൈ മാസത്തില് ഇതുപോലെയുള്ള ചില മത്സരങ്ങൾ വരുന്നുണ്ട്, മറ്റ് തുടർന്നുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങളെ മത്സരിപ്പിക്കുന്ന സമയത്ത് നിങ്ങളെ ഈ വിഷയങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോവുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇപ്പോ ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു മത്സരം, അതായത് ഓൺലൈനായിട്ട് ഇങ്ങനെ ഒരു മത്സരം നടത്തുന്ന ആദ്യമായതുകൊണ്ട് സാങ്കേതികമായിട്ട് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് എങ്ങനെ ഇപ്പൊ തന്നെ പലരും രജിസ്ട്രേഷൻ ഫോമിലൂടെ വന്നിട്ട് തന്ന ഡേറ്റയല്ല നേരിട്ട് വിളിച്ചിട്ട് തരിക. അപ്പൊ ഇത് രണ്ടും രണ്ടായിരിക്കും. ഞങ്ങൾ നോക്കുന്ന സമയത്ത് ഒരിടത്ത് ഉണ്ടാവും ഡേറ്റ, വേറൊരിടത്ത് ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഞങ്ങൾക്ക് ഉണ്ടാകാൻ കാരണമായി. ഇതെല്ലാം അടച്ചു തീർത്തിട്ട് ഉള്ള ഒരു രീതിയായിരിക്കും തുടർന്ന് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വീണ്ടും ഇത്തരം കാര്യങ്ങളിലൂടെ, പഠനങ്ങളിലൂടെയും, അതായത് മത്സരം എന്ന പേരിലുള്ള പഠനങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. അതിനും നിങ്ങൾക്ക് ഇപ്പൊ ഈ പങ്കെടുത്ത് ഇവാലുവേറ്റ് ചെയ്ത ആളുകളെ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് പിടികിട്ടിയല്ലോ. ജീവിതത്തിന്റെ ഇത്തരം മേഖലകളിലുള്ള അന്വേഷണങ്ങളുടെ തുറകളിൽ നിൽക്കുന്ന, അതിനെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതുന്ന, അതിനെ ഉപയോഗിച്ച് ചികിത്സ നടത്തുന്ന, അതിനെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തുന്ന ആളുകളാണ് ഇതിലെല്ലാം പങ്കെടുത്തത്. അപ്പോൾ അത്തരം ആളുകളുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് നേരിട്ട് പഠിക്കാനുള്ള ഈ അവസരം ഒരിക്കലും കളയാതിരിക്കുക. വീണ്ടും വീണ്ടും വരിക. നിങ്ങൾക്ക് എന്ത് തോന്നി, നിങ്ങൾക്ക് മത്സരത്തിലൂടെ കടന്നുപോയപ്പോൾ എന്ത് തോന്നി എന്നുള്ള കാര്യം നിങ്ങൾ ആ ഗ്രൂപ്പിൽ ഒന്ന് എഴുതിയിടുക. പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഞങ്ങളെ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ഓരോന്ന് വിളിക്കുക. രക്ഷിതാക്കളോടാണ് ഈ പറയുന്നത്. രക്ഷിതാക്കളെ ഞങ്ങളെയൊക്കെ ഒന്ന് വിളിക്കുക. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ സന്തോഷം അറിയിക്കുന്നു. നമുക്കിവിടെ നിർത്തിയാലോ വർഗീസേട്ടാ? ഇക്ബാൽ, മഹി, പിന്നെ കൊച്ചു കൂട്ടുകാരെ.
ഓക്കെ. മറ്റെന്തെങ്കിലും അല്ല മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ആർക്കെന്തെങ്കിലും പറയാനുണ്ടോ? അത് ഞാൻ ചോദിച്ചില്ല. അത് ഇല്ലല്ല, പുന്നിക്കൊല്ലം പറയാനുണ്ട? അല്ല ഇവിടെ അതെ കുട്ടികൾക്ക് വല്ലതും പറയാനുണ്ടോ? ഷിഹാൻ എന്ത് പറയാനുണ്ട്? ഷിഹാൻ എന്താ തോന്നുന്നത്? അടിപൊളിയായിരുന്നു, ഇനി ഇതുപോലെ വെക്കണം, അത്ര തന്നെ. ഓക്കെ. ആയുഷ് എന്ത് പറയുന്നു മോനെ? നിങ്ങൾ 2-3 പൊടികളാണ് ഇവിടെ കിടന്നിട്ട് ഭയങ്കര ഇളക്കുണ്ടാക്കിയത് കേട്ടോ. ആയുഷ്, ഇതള്, ശ്ലക്ഷണികയാണ് ഏറ്റവും ചെറുത്. അവൾക്കാണ് UP ക്ലാസ്സിലുള്ള പലരേക്കാൾ കൂടുതൽ മാർക്ക്. അപ്പോ അങ്ങനെ നിങ്ങൾ എല്ലാരും ഗംഭീര ആളുകളാണ്. പിന്നെ മുതിർന്നവരൊന്നും മോശമാണെന്നല്ല. ഷിഹാന്റെ പ്രസംഗം അടിപൊളിയായിരുന്നു. ഷിഹാന്റെ പ്രസംഗത്തിലെ എക്സ്പ്രഷൻ അടിപൊളിയായിരുന്നു. അതുപോലെ ഇതളിന്റെ ടോക്ക് കേട്ടിട്ട് ഞങ്ങള് അയച്ചു കൊടുത്ത മുഴുവൻ ആളുകളും തലകുത്തി നിന്ന് ചിരിക്കണ്ടായിരുന്നു. ഇതളിന്റെ ടോക്ക് അതുപോലെ രസികൻ സംഭവമായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങളെല്ലാരും നല്ലപോലെ ആസ്വദിച്ചു. പിന്നെ എന്താണെങ്കിലും നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് എല്ലാവരും ഒന്ന് എഴുതിയിടുകയോ വീഡിയോ എടുത്ത് അയച്ചു തരികയോ ഒക്കെ ചെയ്യണം. ആ ഗ്രൂപ്പിൽ ഇടുക നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു എന്നുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അല്ലെ? അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. തുടർന്നും ഈ കാര്യങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. സമ്മാനങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാണ്. സന്തോഷം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.